എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MCS FNCക്ക് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള 7th അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് MCSFNCK.com വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അഡ്മിഷൻസിൽ ക്ലിക്ക് ചെയ്ത് BSc നഴ്സിംഗ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ 7th അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഫുൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അതുപോലെ 7th അലോട്ട്മെൻറ്റ് ലഭിച്ചത് കോളേജ് വൈസ് ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് അതുപോലെ 6th അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജോയിൻ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒക്ടോബർ 4-ാം തീയതി 9 മണി മുതൽ ഒക്ടോബർ 7-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും, പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതത് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ ഒരു കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ 7th അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ന്യൂ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ ന്യൂ അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണ് ഇപ്പോൾ കിട്ടിയിട്ടില്ല എങ്കിൽ ജോയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ടും അതായത് അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ ജോയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ സാധിക്കും. ന്യൂ അലോട്ട്മെൻ്റ് ആണെങ്കിൽ ന്യൂ അലോട്ട്മെൻ്റ് എന്നും അതുപോലെ കാറ്റഗറി ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഓഫ് കാറ്റഗറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഇവിടെ നോക്കുന്ന സമയത്ത് ജോയിൻഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകിയ ശേഷം സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഇവിടെ 7th അലോട്ട്മെൻറ്റ് ആ 7th അലോട്ട്മെൻറ്റ് കോളേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിൽ പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കോളേജിൻ്റെ നെയിം കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. ആ ഒരു കോളേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത ഈ ഒരു പേജിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് കാണാം. അതുപോലെ തന്നെ ഇവിടെ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു ഭാഗത്ത് ന്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അതായത് ഇവർക്ക് ഇവിടെ ന്യൂ അലോട്ട്മെൻറ്റ് ആയിട്ടാണ് ഈ ഒരു കോളേജിൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജും നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുള്ള കോളേജിൽ അലോട്ട്മെൻറ്റ് പുതുതായിട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ന്യൂ അലോട്ട്മെൻറ്റ് കുറേ വിദ്യാർത്ഥികൾക്ക് കിട്ടിയത് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഓരോ കോളേജ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇനി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അതായത് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് നമുക്ക് നോക്കാം. അപ്പോൾ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ അതായത് ഇന്നാണ് ഒക്ടോബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി അതായത് 9 മണി കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 11 മണിയാകാനായി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഇന്ന് മുതൽ ഒക്ടോബർ 7-ാം തീയതി അതായത് തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ഓൺലൈനായിട്ട് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് 25,000 രൂപ അടച്ച ശേഷം നിങ്ങളുടെ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യേണ്ടതാണ്. അതിനുശേഷം അതായത് ഈ ഒരു തിങ്കളാഴ്ച തന്നെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അതായത് അഡ്മിഷൻ സ്റ്റാറ്റസ് ന്യൂ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അതായത് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നിങ്ങൾ കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് എങ്കിലാണ് ന്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക. ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ന്യൂ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉപയോഗിച്ച് അതായത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇതൊക്കെ വെച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ ഈ ഒരു ചലാൻ വഴി അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചലാനാണ് കിട്ടുക. അപ്പോൾ ആ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ആ ഒരു MCS FNCKയുടെ ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോവുക. അതിനുശേഷം ഈ ഒരു 25,000 രൂപ അടക്കുക. ഓൺലൈനായിട്ടാണ് അടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അടക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫീസ് അടക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഓൾ ഹയർ ഓപ്ഷൻസ് വിൽ സ്റ്റാൻഡ് ക്യാൻസൽഡ് അലോങ് വിത്ത് 7th അലോട്ട്മെൻറ്റ് ഓൺലൈൻ അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ്. അതായത് നിങ്ങളുടെ എല്ലാവിധ ഓപ്ഷൻസും ഈ ഒരു 7th അലോട്ട്മെൻറ്റോടെ റിമൂവ് ചെയ്യും, അതായത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അതായത്
ഈ ഏഴാമത്തെ അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങളുടെ എല്ലാ കോളേജ് മുൻഗണനകൾ അതായത് ഹയർ ഓപ്ഷൻസും റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നേരത്തെ നൽകിയിരുന്ന കോളേജ് മുൻഗണനകൾ പുനഃക്രമീകരിക്കുന്നതിന് ഇനി മുതൽ അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു ഫൈനൽ കൺഫർമേഷനാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കൺഫേം എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ആ ഒരു കൺഫേം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ നിങ്ങൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കൊരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ മുകളിൽ പറഞ്ഞ പ്രകാരം ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നൽകിയ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്കൊരു ഇമെയിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് അടച്ച ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത്, അതായത് അലോട്ട്മെൻറ്റ് ഓർഡർ ഡൗൺലോഡ് ചെയ്തെടുത്ത് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇനി നേരത്തെ നടന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് സ്ഥിരീകരിച്ചവരും, അതായത് കൺഫേം ചെയ്തവരും, അലോട്ട്മെൻറ്റ് സ്ഥിരീകരിച്ച അതേ കോളേജിലെ തന്നെ മറ്റൊരു വിഭാഗത്തിലേക്ക് അലോട്ട്മെൻറ്റ് മാറിയിട്ടുള്ളവരും, അതായത് ദ അപ്ലിക്കൻ്റ് വിത്ത് അഡ്മിഷൻ സ്റ്റാറ്റസ് ആസ് എയ്തർ ജോയിൻറ്റ് ഓർ ചേഞ്ച് ഓഫ് കാറ്റഗറി, ജോയിൻറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റിനെ തുടർന്ന് ഓൺലൈൻ കൺഫർമേഷനായി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇനി അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ലഭിച്ച പുതിയ കോളേജിലേക്ക് മാറിയിട്ടുള്ളവർ, അതായത് നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് അവിടെ ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇങ്ങനെ കാണുന്ന വിദ്യാർത്ഥികൾ മുൻ അലോട്ട്മെൻറ്റിൽ 25,000 രൂപ ഓൺലൈനായിട്ട് അടച്ചതിനാൽ വീണ്ടും അടയ്ക്കേണ്ടതില്ല. എന്നാൽ മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന തീയതിയിൽ, അതായത് ഒക്ടോബർ 7 വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി 7th അലോട്ട്മെൻറ്റിന് ശേഷം റിമൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് നേരത്തെ നൽകിയുള്ള കോളേജുകൾ ഇനി പുനഃക്രമീകരിക്കാനായിട്ട് അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിൽ സന്ദേശം, അതായത് ഇമെയിൽ വരുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഈ ഒരു 7ാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏഴാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് സ്ഥിരീകരിച്ച്, അതായത് കൺഫേംഡ് ചെയ്തിട്ടുള്ള അപേക്ഷകർ ഈ ഒരു ഒക്ടോബർ 7 ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കോളേജിൽ, അതായത് ഓഫീസിലെത്തി പ്രോസ്പെക്ടസ് പ്രകാരമുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും നിങ്ങൾക്ക് ബാലൻസ് ഫീസ് ഉണ്ടാകും. അതായത് ഏകദേശം 81,000 രൂപയാണ് ബാലൻസ് ഫീസ് വരിക. അപ്പോൾ ആ ഒരു പൈസയും നിങ്ങൾ അടച്ചുകൊണ്ട് ഫീസ് അടിച്ച് അഡ്മിഷൻ നേടേണ്ടതാണ്. ഇപ്രകാരം സമയത്തിനുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ റദ്ദ് ചെയ്തതായിട്ട് കണക്കാക്കും. പിന്നീട് ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അവസരം കിട്ടുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്, ഈ ഒരു ബാലൻസ് ഫീസ് എന്ന് പറയുന്നത് 81,325 രൂപയാണ്. ഇതിനോടൊപ്പം നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ്, അതുപോലെ തന്നെ ബുക്ക്, യൂണിഫോം എന്നിവയുടെയൊക്കെ ഫീസ് എത്ര വരുമെന്നുള്ളത് നിങ്ങൾ കോളേജിൽ വിളിച്ച് അന്വേഷിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫീസ് ഓൺലൈനായിട്ട് അടക്കാം, അല്ലെങ്കിൽ DD ആയിട്ട് അടക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ കോളേജിൽ വിളിച്ച് ചോദിക്കണം എന്നാണ് ഇതിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത് SSLC അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടാണ്. അതുപോലെ തന്നെ SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ രണ്ടാമത്തെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കൊണ്ടുപോകണം. അതായത് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അടുത്തത് +2 സർട്ടിഫിക്കറ്റ്, അടുത്തത് TC, അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അത് MBBS ഡോക്ടറോ അതിൽ കൂടുതലോ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതായത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അതായത് മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നഴ്സിംഗ് പഠിക്കാനായിട്ട് മെഡിക്കലി, അതായത് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് യോഗ്യത ഉണ്ട് എന്നുള്ളതിനുള്ള ആ ഒരു സർട്ടിഫിക്കറ്റാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തത് കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അത് സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. 6 മാസ കാലാവധിയാണ് അതിനുള്ളത്. അത് കാലാവധി കഴിഞ്ഞതാണെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ഹൈസ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. അടുത്തത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അത് ആവശ്യമുള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ ക്രിസ്ത്യൻ റിലീജിയൻസിൽ നൺസ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു മേജർ സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ലെറ്റർ ഉണ്ട്, അപ്പോൾ അത് ഹാജരാക്കണം. അത് ആവശ്യമുള്ളവർ മാത്രമാണ്. അത് നൺസ് കാറ്റഗറിയിലുള്ളവർ മാത്രമേ ഇത് ഹാജരാക്കേണ്ടതുള്ളൂ. അതുപോലെ 12ാം ക്ലാസ്, അതായത് +2 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. അത് കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിൽ പഠിച്ചവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഇന്ത്യയിലാണ്, അതായത് കേരളത്തിലാണ് ജനിച്ചതെന്ന് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ഈ ഒരു കേരളത്തിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ICSE, CBSE ഇതുപോലുള്ളവയിൽ പഠിച്ചവർ അല്ല എന്നാണെങ്കിൽ എലിജിബിലിറ്റി അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് SC, BC, OBC, SC, ST എന്നിങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അതായത് ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ റിസർവേഷൻ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അടുത്തത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ജസ്റ്റ് നിങ്ങൾ ആരെയും റാഗിങ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു റാഗിങ്ങിനെതിരെയുള്ള, അതായത് പ്രൊഹിബിഷൻ ഓഫ് റാഗിങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ മാതൃക പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെയോ
അതായത് ആധാർ കാർഡല്ല, അടുത്തത് അലോട്ട്മെൻറ്റ് ഓർഡർ. അതായത് അലോട്ട്മെൻറ്റ് ഓർഡർ നിങ്ങൾക്ക് AMCS FNCK വെബ്സൈറ്റിലും നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് ആ ഒരു അലോട്ട്മെൻറ്റ് ഓർഡർ എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് അതായത് വിദ്യാർത്ഥികളുടെ എല്ലാവിധ ഡോക്യുമെൻസിൻ്റെയും അറ്റസ്റ്റ് ചെയ്ത 2 കോപ്പികൾ വീതമാണ്. അതായത് ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസിൻ്റെയും 2 വീതം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് അറ്റസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് അതായത് ഈ ഒരു ഗസ്റ്റഡ് ഓഫീസറുടെ അടുത്ത് പോയിട്ടാണ് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് അറ്റസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അടുത്തത് നിങ്ങളുടെ ഫോട്ടോ പതിച്ചുള്ള ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള 3 കോപ്പി. സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോപ്പി എടുത്ത ശേഷം സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരും സിഗ്നേച്ചറും ഇടുന്നതിനാണ് സെൽഫ് അറ്റസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കോപ്പിയാണ്. അടുത്തത് നിങ്ങളുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. അടുത്തത് നിങ്ങൾ ഫീസാണ്. ഫീസ് നിങ്ങൾ DD ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടോ നിങ്ങൾ എങ്ങനെയാണ് അടയ്ക്കേണ്ടത് അത് കോളേജിൽ വിളിച്ച് ചോദിച്ച് ആ ഒരു ഫീസ് കൂടി കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ പുതിയ കോളേജിലേക്ക് മാറാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഈ ഒരു ഒക്ടോബർ 7-ാം തീയതിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലെത്തി നിങ്ങൾ നേരത്തെ പ്രവേശനം നേടിയ കോളേജിൽ സർട്ടിഫിക്കറ്റും ഫീസും അടച്ചതിന് നിങ്ങൾക്കൊരു കുറേ റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ റെസിപ്റ്റിൻ്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ആ ഒരു കോളേജിൽ പുതുതായിട്ട് കിട്ടിയ കോളേജിൽ കൊടുക്കുക. ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഏത് കോളേജിലാണ് കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ലഭിച്ച റെസിപ്റ്റിൻ്റെ ഒക്കെ കോപ്പിയാണ് കൊടുക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ 15-ാം തീയതി വരെ നിങ്ങൾക്ക് ലഭിച്ച 6ാമത്തെ അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം ലഭിച്ച കോളേജിലെ പ്രിൻസിപ്പാളിന് രേഖാമൂലം വിടുതൽ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ സമർപ്പിച്ച് പ്രവേശനം റദ്ദ് ചെയ്യുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. അതായത് നിങ്ങളൊരു അപേക്ഷ നൽകിയാൽ നിങ്ങൾക്ക് TC കിട്ടും. അപ്പോൾ അങ്ങനെ പോകുന്നവർക്ക് ഫീസായിട്ട്, അതായത് പ്രവേശന ഫീസായിട്ട് 1000 രൂപ ഒഴികെ ബാക്കി പൈസ തിരിച്ചു കിട്ടും. അതായത് 1000 രൂപ പ്രവേശന ഫീസായിട്ട് എടുത്തിട്ട് ബാക്കി പൈസ മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതായിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളും സംശയങ്ങളും ഉണ്ടെങ്കിൽ admission@amcsfnck.com എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് 2 ദിവസത്തിനകം നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഇമെയിലിൻ്റെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ അപേക്ഷയുടെ നമ്പറും നിങ്ങളുടെ പേരും നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ